ഫെബ്രുവരി 15 നടക്കേണ്ട ആവേശകരമായ ഇന്ത്യ പാകിസ്ഥാൻ 2020 ലോകകപ്പ് പോരാട്ടത്തിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറുന്നു എന്ന വാർത്ത കായിക ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. പാകിസ്ഥാൻ ഗവൺമെന്റ് തങ്ങളുടെ ടീമിന് ലോകകപ്പിൽ പങ്കെടുക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ഇന്ത്യക്കെതിരെയുള്ള മത്സരത്തിൽ മാത്രം കളിക്കില്ല എന്ന കർശന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർ കാത്തിരുന്ന ഒരു മത്സരത്തിന്മേൽ വീണ ഈ കരിനിഴൽ കായിക വിനോദവും രാഷ്ട്രീയവും തമ്മിലുള്ള സംഘർഷത്തിന്റെ പുതിയ അധ്യായമായി മാറിയിട്ടുമുണ്ട്. ഈ ബോയ്ക്കോട്ടിന് പിന്നിൽ കേവലം കായികപരമായ കാരണങ്ങളല്ല ഉള്ളത്. പാകിസ്ഥാൻ ആഭ്യന്തര മന്ത്രി മൊഹ്സിൻ നഖ്വിയുടെ വ്യക്തിപരമായ തീരുമാനങ്ങളും രാഷ്ട്രീയ താല്പര്യങ്ങളുമാണ് ഇതിന് പിന്നിലെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നുമുണ്ട്. ഏഷ്യ കപ്പിനിടെയുണ്ടായ ചില സംഭവങ്ങളും ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിലെ വിള്ളലുകളും ഇതിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല, ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മുസ്തഫിർ റഹ്മാനെ IPL-ൽ നിന്ന് ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഈ പ്രതിസന്ധിക്ക് കാരണമായിട്ടുമുണ്ട്. ബംഗ്ലാദേശിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്ന വ്യാജേനെ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുവാനുള്ള പാകിസ്ഥാന്റെ ഒരു തന്ത്രമായാണ് ഇതിനെ പലരും കാണുന്നത്. പാകിസ്ഥാന്റെ ഈ ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അഥവാ ICC ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായ യാതൊരു സുരക്ഷാ കാരണങ്ങളുമില്ലാതെ ഒരു ലോകകപ്പ് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നത് ഗൗരവകരമായ കുറ്റമായി ICC കണക്കാക്കുന്നുമുണ്ട്. പാകിസ്ഥാന്റെ മത്സരങ്ങളെല്ലാം ശ്രീലങ്കയിലാണ് നടക്കുന്നത് എന്നിരിക്കെ സുരക്ഷയുടെ പേരിൽ ഇന്ത്യക്കെതിരെ മാത്രം കളിക്കില്ല എന്ന് പറയുന്നത് യുക്തിക്ക് നിരക്കാത്തതാണ്. ICC ഇതിനകം തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് അഥവാ PCBക്ക് അന്ത്യശാസനം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഈ തീരുമാനവുമായി മുന്നോട്ട് പോയാൽ കനത്ത സാമ്പത്തിക പിഴയും വിലക്കും നേരിടേണ്ടി വരുമെന്ന് ICC വ്യക്തമാക്കുന്നുമുണ്ട്. ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ICC-യുടെയും ബ്രോഡ്കാസ്റ്റർമാരുടെയും ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ്. ICC-ക്ക് ലഭിക്കുന്ന ആകെ വരുമാനത്തിന്റെ ഏകദേശം 35 മുതൽ 40% ഈ ഒറ്റ മത്സരത്തിൽ നിന്നാണ് വരുന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിന് തന്നെ ഇത് ഭീഷണി തന്നെയാണ്. കാരണം പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ പ്രധാന വരുമാന മാർഗം ICC-യിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടാണ്. ഈ ബോയ്ക്കോട്ട് പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ സാമ്പത്തിക ഭദ്രത തകർക്കാൻ മാത്രമേ സഹായിക്കുന്നുവെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട്. കായിക വിനോദത്തിലേക്ക് രാഷ്ട്രീയം കലർത്തുന്ന ക്രിക്കറ്റിന്റെ അന്തസ്സിന് മങ്ങലേൽപ്പിക്കുന്ന കാര്യമാണിത്. പാകിസ്ഥാന്റെ ഈ തീരുമാനം ഭാവിയിൽ കായിക മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല, 2028 ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വിവാദങ്ങൾ IOC-യുടെ തീരുമാനങ്ങളെ പോലും ബാധിച്ചേക്കാം. കായിക താരങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയും ഇത് മോശമായി തന്നെ ബാധിക്കുന്നുമുണ്ട്. മുൻപ് പലതവണ മത്സരങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു ലോകകപ്പ് മത്സരത്തിൽ നിന്ന് ഇത്തരം കാരണങ്ങളാൽ പിന്മാറുന്നത് ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ അത്യപൂർവമാണ്. ഫെബ്രുവരി 15 കൊളംബോയിൽ നടക്കേണ്ടിയിരുന്ന മത്സരം മുടങ്ങുന്നത് ആരാധകർക്ക് വലിയ നിരാശയാണ് നൽകുന്നത്. പാകിസ്ഥാൻ തങ്ങളുടെ നിലപാട് മാറ്റുമോ അതോ ICC-യുടെ വിലക്ക് ഏറ്റുവാങ്ങുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ഇന്ത്യ ഇതിനകം തന്നെ മികച്ച ഫോമിൽ മുന്നേറുകയാണ്. അപ്പോൾ പാകിസ്ഥാൻ പിന്മാറിയാൽ ഇന്ത്യക്ക് 2 പോയിന്റ് ലഭിക്കുമെങ്കിലും കായിക പ്രേമികൾ ആഗ്രഹിക്കുന്നത് മൈതാനത്തെ വീറും വാശിയും നിറഞ്ഞ ഒരു പോരാട്ടമാണ്. അതും പാകിസ്ഥാനോടൊപ്പമുള്ള പോരാട്ടം. രാഷ്ട്രീയത്തിന് മുകളിൽ കായിക സ്പിരിറ്റ് ഉയർന്നു നിൽക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം.